ഗൈസ് നോക്കൂ, അടുത്തൊരു ദിവസം നമ്മളുള്ളത് ഡൽഹി രാഹുലിൻ്റെ വീടിൻ്റെ പാർക്കിങ്ങിൽ. ഗൈസ് നോക്കൂ, ഞങ്ങളുടെ സ്വന്തം വണ്ടിയായി. ഡൽഹിയിൽ സ്വന്തം വണ്ടിയാണ് കൊച്ചിനെ കൊണ്ടാ. ഇത് രാഹുൽ ജി കാ ബേട്ടാ है, बेटा का वो राउंड मारने के लिए जाएगा. बेटा का नाम क्या है? बेटा का नाम क्या है? खाना. खाना എന്ന് വെച്ചാൽ കഴിക്കൂന്നല്ലേ? അത് ഹിന്ദി. ആ, ഇവിടെ പേരല്ലേ? അപ്പൊ ഇത് ഹിന്ദി അല്ലേ? ആയിക്കോട്ടെ. मतलब कृष्ण. ഓ, കൃഷ്ണൻ. कृष्ण भगवान. ഓ, ഭഗവാൻ. गॉड. കൃഷ്ണൻ. ആ, കൃഷ്ണ ഭഗവാൻ. ഇത് ബാർബറും बाबर मैम, बाबर. ആ, ബാബർ. സോറി, ബാർബർ അല്ല, ബാർബർ. രാഹുൽ. ഇപ്പോൾ ഇത് രാഹുലിൻ്റെ വീട്. രാഹുലും കൂടെ വരാനുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ഈ എക്സലും ഈ ഇതും കൊണ്ടാണ് പോകുന്നത്. കാരണം നമ്മൾ മൊത്തത്തിൽ എത്ര പേരുണ്ടെന്ന് അറിയാമോ? 4 2 6 പേരുണ്ട്. 6 പേര് ഒരിക്കലും മറ്റേൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കൊട്ടമണി ഇങ്ങനെ ഇടയിൽപ്പെട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഈ വണ്ടി ആ വണ്ടിയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് നോക്കാൻ വേണ്ടി നമ്മൾ അടുത്ത ദിവസം ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മോർണിംഗ് नहीं आएगा. मॉर्निंग नहीं 12 o'clock आएगा. 12 मेरा भी 12 o'clock. राहुल ഇതൊക്കെ ഇവിടുത്തെ എന്നാ പറയുക, അത്യാവശ്യം VIP മിഡിൽ ക്ലാസ് ആളുകൾ താമസിക്കുന്ന ഫ്ലാറ്റുകൾ. ഫ്ലാറ്റ് നമ്മൾ ബ്രസീലിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും നമുക്ക് ഇതുപോലെ റോഡിന്റെ മേളിൽ ഇങ്ങനെ ഓരോ ഇത് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി പറ്റുന്ന അണ്ടർപാസ്. നീ വളരെ പെരിയ സംസാരിക്കുവാണോ? അല്ല, ഇച്ചിരി ഒച്ചത്തിൽ സംസാരിക്കാം. ഒറ്റ കൂട്ടിയാൽ ഇത് മറ്റേ സ്ഥലം തന്നെ. ഈ പോലീസുകാരുടെ വലിയ ഓഫീസർമാരൊക്കെ താമസിക്കുന്ന എടുത്ത് ഉള്ളി കിട്ടും. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഗൈസ്, അതായത് ഞാൻ ഇന്ന് ഈ മൈക്ക് കൊടുത്തിട്ടുണ്ട്, മറ്റേ മൈക്ക് കൊടുത്തിട്ടുണ്ട്. ഏത് വെക്കണം? എല്ലാം തുല്യം തന്നെയാണ്. നീ എന്തിനാ കറങ്ങുന്നത്? 360. ഗൈസ്, ഇത് വെക്കാം അല്ലേ? അത് വെക്കാം. ഇതാണ് സിമ്പിൾ യൂസ്. ഒരു ഹോളി ലാൻഡ് കൂടെ മേടിക്കണം. സിമ്പിൾ യൂസ് ആണ്, പക്ഷെ എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് പറഞ്ഞ് ദേഹത്തുനിന്ന് പോകും. അതിന് മറ്റേ കാണുന്ന അത്ര ആകർഷണമല്ല അല്ലേ? മറ്റേ ഒരു ഇതും കൂടെ മേടിക്കണം, ഹോളി ലാൻഡും കൂടെ. മൈക്കാന്ന് സൗണ്ട് കൊള്ളൂലെന്ന് പറഞ്ഞു. അത് നമ്മുടെ സൗണ്ടിന് നമുക്ക് സൗണ്ട് ഭയങ്കര കൂടുതലല്ലേ, അങ്ങനെ വരാൻ നേരത്തുള്ള വായനാക്കാണ് ഏറ്റവും കൂടുതൽ. നിന്റെ ഇതിലും കൂടെ വെച്ചേക്കാം. ഇതെങ്ങനെ ഇങ്ങനെ വേണം, അങ്ങനെ ഉള്ളിക്കൂടെ വെക്കട്ടെ. ഉള്ളിക്കൂടെ വെക്കട്ടെ. ഉള്ളിക്കൂടെ വെച്ചു. രാവിലെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ടീഷർട്ട് മാറിപ്പോയി. പിന്നെ എടുക്കേണ്ടത് എനിക്കും ഇവിടുത്തെ അങ്ങനെ പബ്ലിക്കായിട്ട് മാറ്റാൻ പറ്റും. ഇവിടെ അമ്മച്ചിമാരൊക്കെ ഉള്ള തുണി ഊരിയെന്ന് പറഞ്ഞ് അടികൊണ്ട് ചാവും. ഒന്നാമത് ഇവരോടൊന്നും പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല. നമ്മൾ 2000 രൂപയുടെ എണ്ണ ഈ വണ്ടിക്ക് വേണ്ടി അടിച്ചു. 2000 രൂപ. രാവിലെ 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വന്നാക്കുന്നത്. ആലോചിക്കണം, 2000 രൂപ. ഇനി ഒരു അക്കൗണ്ട് കിടപ്പുണ്ട്, അതുകൊണ്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. അത് പിന്നെ അറിയാലോ. ഓ മാൻ, ഈ വണ്ടിയെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും? എത്ര വണ്ടി? 5-6 വണ്ടി ഉണ്ട് കേട്ടോ മൊത്തം. വേറെ 2-3 വേറെ എല്ലാവരും കൂടി ട്രക്കിന് വേണം ഇത് നാട്ടിലേക്ക് കയറ്റി വിടാം. ഇത് ഇവിടെ തന്നെ പണിതിട്ട് കയറ്റി വിടുന്നുള്ളൂ. തുമ്പി വന്നു കേട്ടോ. തുമ്പി കറക്കി കൊച്ചിനെയും കൊണ്ട് വന്നു. ഇനിയിപ്പോൾ രാഹുൽ ഭയ്യം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ബാക്കി പരിപാടികളൊന്നുമില്ല, ഇവിടുന്ന് പോയാൽ മതി. പിന്നെ ഭരത്ത് വരണ്ടേ? ഭരത്ത് വരണം. അതിനെ സംബന്ധിച്ച് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യണേ ഭരത്തേട്ടം വേണം, എന്നാലേ കാണിച്ചുള്ളൂ. അല്ല, ഞാൻ കണ്ട മറ്റേ ഡാർഡഫിന്റെ മറ്റേ സാധനമൊക്കെ രാവിലെ തേച്ചിട്ടാ വന്നത്. എൻ്റെ പേരെന്നായിരുന്നു? ഹിമാലയയുടെ വലിയ വലിയ സാധനങ്ങൾ. बाबर ये VIP कॉलोनी है, मिडिल क्लास कॉलोनी है? नहीं, ठीक है, नॉर्मल VIP नहीं है, मिडिल क्लास नहीं. ലോവർ. ഇത് ലോവർ ക്ലാസ് ആണോ? ഇത് ഈ പുള്ളിയൊക്കെ എന്നെ വലിയ കോടീശ്വരൻ ആണെന്നറിയാമോ? മിഡിൽ. ക്രിസ്മസ് ഡ്രസ് കിട്ടാൻ പോവാ കേട്ടോ. ബൈ. പോഷ കണ്ടിട്ടില്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞിട്ടുമില്ല കേട്ടോ എടുക്കാൻ. അതെ, നിങ്ങൾ ടീഷർട്ടിന് നിങ്ങൾ പൊക്കി പറഞ്ഞിട്ടില്ലേ? ഈ ടീഷർട്ടിന്റെ കാര്യമാണ് ഏറ്റവും വലിയ കോമഡി. പുള്ളിക്കാരൻ സെർച്ച് ചെയ്ത് ഇതിന്റെ കമ്പനിയിലെത്തി. സാധനം അവിടെ ഇല്ല. ഓൺലൈനിൽ 390, അവിടെ ചെല്ലുമ്പോൾ 899. അവിടെ ചെല്ലാൻ നേരത്തെ അവരോട് വെച്ച് ഇതന്നെ എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, നിങ്ങൾ വേറെ എവിടെ പറഞ്ഞാൽ പൂനെ പോയി മേടിച്ചോളാം അല്ലേ? ഗൈസ് നോക്കൂ, അതായത് നമ്മളൊരു വലിയ പെടലിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പാസ്പോർട്ട് പ്രശ്നത്തിലാണ്. 2 വർഷത്തെ പാസ്പോർട്ടിൽ യൂറോപ്യൻ വിസ അടിക്കാൻ ഭയങ്കര പാടാണ്. നമ്മുടെ TT ഇപ്പോഴും യൂറോപ്പിൽ കിടക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിൽ 10-25 ദിവസം ഒരു പരിപാടിയില്ലായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം എല്ലാത്തിനും ഏകദേശമൊക്കെ ഒരു ഇതായി വന്ന് നിൽക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലും പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഞങ്ങൾക്ക് 10 ദിവസത്തിനുള്ളിൽ പോകുകയും വേണം, പോകാതിരിക്കാനും പറ്റുന്ന ഇവിടെയും കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മൾ പെട്ടെന്ന് ഇവിടെ ഓടി വന്നിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് പോകുന്ന അത്ര പോസിബിളായ കാര്യമല്ല. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ തീർത്തിട്ടാണ് നമുക്ക് പോകാൻ വേണ്ടി. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ, അതായത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾ ഏകദേശമൊക്കെ ചാലുവായി വരുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി ഹൈക്കോടതി പോയത്, ഹൈക്കോടതി നമുക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ട്, ഒന്നും കൂടെ പാസ്പോർട്ട് അപേക്ഷിക്കാൻ വേണ്ടി. അപ്പം ഞങ്ങളിപ്പോൾ ഇനി പത്താങ്കോട്ട് പോകണം. പത്താങ്കോട്ട് പോയിട്ട് അവിടുന്ന് ഞങ്ങൾ നേരെ ലേ ലഡാക്ക് അങ്ങോട്ട് പോകും. അവിടെ നിന്നാണ് പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകാം. അപ്പോൾ 2 വാഹനം കൂടെ എടുക്കുന്നുണ്ട്.
അപ്പോൾ അത് ഏതാണെന്നൊക്കെ ഉള്ളത് നമ്മൾ വഴിയെ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പം എല്ലാം കൂടെ തീർത്തിട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ ഇവിടുന്ന് ഇടിപടിയെന്ന് ഓടിപ്പോവുക എന്നുള്ളതല്ല. ഈ ബമ്പർ എന്നാ വിലയുണ്ട്? ബമ്പർ പെയിന്റ് അടിച്ചാൽ പോരെ? അല്ല, താഴത്ത് അത് പാച്ച് സ്റ്റിച്ച് ചെയ്താൽ പോരെ ചേട്ടാ? സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാം. വലിയ പൈസ ആകത്തില്ല. ആണോ? അങ്ങനെ ചെയ്യാന്നാണോ നിങ്ങൾ പറയുന്നത്? ആ, സ്റ്റിച്ച് ചെയ്താൽ പോരെ? അതാ ഞാൻ ഇവനോട് പറഞ്ഞേ. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടേ ഇത് ചൂടാക്കി കഴിഞ്ഞാൽ ഇത് ചാടി വരും. പെയിന്റ് അടിക്കാം. വേറെ ബമ്പറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഡൽഹിയിൽ ഓടിയ കാറുകൾക്കൊക്കെ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ബമ്പർ പൊട്ടി കീറിയിട്ടൊന്നുമില്ല. അതില്ല, ആകെ ഈ ഒരൊറ്റ പൊട്ടലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ കാറിൻ്റെ അവസ്ഥ ഇതാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട ഫുള്ള് നശിപ്പിച്ചു കാക്ക. കഴിഞ്ഞ ദിവസം ലിവിൻ്റെ ഒരു ബനിയും മൊത്തം നശിപ്പിച്ചു. അറിയില്ലേ, ഞാൻ തലേന്ന് ഇങ്ങനെ നമ്മുടെ ജ്യൂസ് ഒക്കെ ഒഴുകുന്നത് ഇങ്ങനെയാ വന്നത്. പെട്ടെന്ന് എടുത്ത് തൂത്ത് രക്ഷപ്പെട്ടു. അല്ലായിരുന്നല്ലോ. അല്ല നാറൂലേ, എന്തും പണിക്കെടുത്ത് പൊത്തി ഞാൻ. അങ്ങനെ നമ്മൾ എൻഡവർ എടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻഡവറിൻ്റെ അടുത്തോട്ട് പോവാണ്. കൊച്ചു കിടന്ന് കാർന്ന് നോക്കിയേ, നമ്മളെ മൈക്കിളിനെ പോലെ തന്നെ. ഇവന് നിനക്കൊരു സത്യം അറിയാവോ? നമ്മൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ നമ്മൾ ടയോട്ടയുടെ വണ്ടി സ്വന്തമാക്കുന്നത്. ശരിയാട്ടോ. ഇതിന് ഐശ്വര്യം ഉണ്ടോ ഞാൻ നോക്കട്ടെ. ടയോട്ടയുടെ വണ്ടി വന്നാൽ ഐശ്വര്യം ഉണ്ടാവും എന്നുള്ള. വണ്ടി വന്നാൽ മുടിഞ്ഞു പോകുന്നുള്ളൂ. പക്ഷെ സേട്ടുമാർക്ക് നേരെ തലതിരിഞ്ഞാൽ ഇവനെ ടയോട്ട വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും. അല്ല, ടാറ്റ വന്നു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് മുടിയും. എന്താന്ന് എനിക്ക് ഇപ്പോഴും പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. അല്ലാതെ തന്റെ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ടയോട്ട മേടിക്കുന്നത്. അപ്പം നമ്മളിപ്പം പോകുന്ന പാനിപ്പത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഗൈസ്. അതായത് നമ്മൾ എൻഡവർ എടുക്കാൻ വേണ്ടി അവിടെ 2-3 എൻഡവർ ഉണ്ട്. അപ്പോൾ കുതികാല് വെട്ടും കുതിരടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിന്റെ മുമ്പിൽ ഒരു ബ്രോക്കർ ഉണ്ടായിരുന്നു, അവനെ കുതികാല് വെട്ടി. കാരണം അവൻ പൈസ കൂടുതൽ ചോദിച്ചു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതൊക്കെ സർവ്വസാധാരണമാണ്. അപ്പൊ ഇതൊക്കെ മേടിക്കാൻ ഗൈസ്, നമ്മള് 2000 രൂപ എണ്ണ അടിച്ചപ്പോ നമുക്ക് 226 റേഞ്ച് കാണിക്കുന്നത്. അതിനാ നമുക്കിട്ട് തരുവോ? വഴി അറിയില്ലെങ്കിൽ പോകരുത് സാർ. നിങ്ങളെ ഒറ്റ എൻഡവർ ഡൽഹി ടൗണിന്റെ ഉള്ളിൽ കാണത്തില്ല. കണ്ടു കഴിഞ്ഞാൽ അപ്പം പണി കിട്ടും. കാരണം എന്നാ BS6 മാത്രമേ ഓടാൻ പാടുള്ളൂ അല്ലേ? BS4 ആണ് എൻഡവർ എല്ലാം എന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ല. ഇന്നലെ രാത്രി ഒരുത്തനെ പോലീസ് ചാടി പിടിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ BS6-നോ BS5-നോ ഇതിനൊക്കെ ബാനുണ്ട്. അല്ല, BS4 BS3 അങ്ങനെയുള്ള ഇതിനൊക്കെ ബാനുണ്ട്. എത്രയാണ് ഫൈൻ? 40,000 20,000 ഫൈന്. കൈക്കൂലിയാണ് 2000. അതായത് അങ്ങനെ കുറച്ച് സംഭവം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ വലിയ വണ്ടികളൊന്നും കുറെ ഒന്നും കാണാത്ത. പിടിച്ചു കഴിഞ്ഞാൽ പണിയാണ്. നമ്മളിപ്പം ഡൽഹിയുടെ അകത്താണുള്ളത്. നമ്മളിപ്പോൾ ഏതാനും നിമിഷങ്ങളിൽ ഔട്ടർ ഇറങ്ങും. അവിടുന്ന് ഭരതേട്ടനെയും കൂട്ടിക്കൊണ്ടാണ് നമ്മൾ നേരെ സുഹൃത്തുക്കളെ സഞ്ചരിക്കാൻ പോകുന്നത് പാനിപ്പത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്. അല്ലേ തുമ്പി? അല്ല, ഞാൻ ചെയ്തോളും. എന്റെ വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്തോളും. വേറെ ആരുടെ സഹായം വേണം. അവര് രണ്ടുപേരും അതിൻ്റെ അകത്ത് പോട്ടെ. രണ്ടുപേരെ വിട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ആണോ? ഡൗട്ട് അടിക്കും. എന്നാ പിന്നെ നിങ്ങൾ തന്നെ കയറി. ഞാൻ വേറൊരു കേസ് പറഞ്ഞോട്ടെ. നിങ്ങളെ കഴിഞ്ഞില്ലേ? അതായത് BS4 വണ്ടി കയറി കഴിഞ്ഞപ്പോൾ ക്യാമറയിൽ അടിക്കുമെന്നാ പറഞ്ഞ ഫൈന്. ക്യാമറ ഒന്നുമില്ല, അങ്ങനെ കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി വന്നു. ഡൽഹിയിലെ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് ഇപ്പം പോസ്റ്റേലൊക്കെ ഇതേപോലെ സ്പ്രേ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. അത്യാവശ്യം എല്ലാ പോസ്റ്റുകളിലും ഇതേപോലത്തെ സ്പ്രേ സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ മെയിൻ ഏരിയയിലൊക്കെയാണ് കൂടുതലും. അത്രയ്ക്കും പൊല്യൂഷൻ ആയെന്നേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആഘോഷങ്ങളിൽ പടക്കം പൊട്ടിയത്, പിന്നെ ഇപ്പം എത്തോപ്യയിൽ മറ്റേ സാധനം പൊട്ടിയത് ഇങ്ങോട്ടാണ് വരുന്നത്. ഉള്ള എന്തൊക്കെയുണ്ട് അതെല്ലാം ഇങ്ങോട്ടാ ഇപ്പം വരുന്നത്. പിന്നെ റൂമിന്റെ അകത്ത് AC ഇട്ട് കഴിഞ്ഞാലേ പൊടി റൂമിന്റെ അകത്ത് കയറുന്നുണ്ട്. പിന്നെ പൊടിയോ നമ്മളെ വീട്ടിലുണ്ട് സ്ഥലം. ഗൈസ്, ഇത് നമുക്ക് ഇന്ത്യയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നോക്കിയേ, ഇവിടെ വേസ്റ്റ്, കുന്ന, മൂത്രം, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ. നമ്മുടെ വണ്ടിയിൽ കാക്കയുടെ കാഷ്ടം. ഇവിടെ വണ്ടി ഊണ്. പച്ചക്കറി നീ ചോദിക്കണ്ടോ? പച്ചക്കറി ഇല്ലേ? ബോൾഡ് ഉണ്ടായേ ദോ ജൽദി ജൽദി ദേ ദോ. വെജ് ബിരിയാണി, ചിക്കൻ 10 മിനിറ്റ് മേടിപ്പിച്ചു. അത് ഇവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഭരതേട്ടൻ വരാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ചെറുക്കൻകുട്ടി ഇവിടെ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് നേരെ ഇനി 2 മണിക്കൂർ, 100 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ എൻഡവറിൻ്റെ അടുത്ത് എത്തത്തുള്ളൂ. അത് ബാങ്ക് സമയം കഴിയുമ്പോൾ അവിടെ എത്തണം. പുണ്ടച്ചി പോകാൻ അത് തന്നായിരുന്നേല് ചാറണ്ട. നോക്കിയേ, ഈച്ച അങ്ങോട്ട് നോക്കിയേ. എന്ത് സന്തോഷപരമായിട്ട് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത്. VIP-കൾ ഇത് ഇൻസൈഡ് ചെയ്ത ആള്. നോക്കൂ അങ്ങോട്ട് നോക്കി. ഇൻസൈഡ് ചെയ്ത ആള് ഫ്രീക്കൻ. ഇതാണ് അമീൻ. ആശാനെ
അശാനെ വണ്ടി വല്ല ഉണ്ടോ അശാന്? വെള്ളം കിട്ടിയ തണുത്ത രാവിലെ അവിടെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ പോകുന്നത്. അതിൻ്റെ വെച്ചേക്കാം കേട്ടോ. ഫൈൻ. How are you? വരണോ? റെസ്റ്റ് എടുക്ക്. ഞങ്ങൾ പോയിട്ട് പടയെന്ന് വരാം. ഒന്ന് ചണ്ഡീഗഡ് വരെ. എക്സ്പ്രസ് ഹൈവേ ഇപ്പൊ വരും. പോടേട്ടാ വന്നിട്ട് കാണാം. വന്നിട്ടാണ് കേട്ടോ. അപ്പൊ മുട്ടയോ? മുട്ട പറഞ്ഞില്ല, മുട്ട വെച്ചിട്ടോ ഒരു മുട്ട വെച്ചിട്ടോ ചേട്ടാ, 2 പുഴുങ്ങോട്ട് വെച്ചിട്ടോ ബാ കഴിച്ചിട്ട് വാ. ഗൈസ്, ഉറുമ്പിന് സ്ഥലം കൊടുത്തോ, ലെബിന് ഇച്ചിരി സ്ഥലം കൊടുത്തോട്ടാ. കട മൊത്തം ഏറ്റെടുത്തു. പാവാടാ തന്റെ കുഞ്ഞമ്മയുടെ വീട്ടിലൊന്നുമല്ലോ. അതൊന്നുമില്ല, കട്ട് ചെയ്തെടുക്ക. നമ്മുടെ സ്വന്തം കടയാണ്. കഴിക്കണ്ട അണ കേറണ്ട, അങ്ങനെയൊന്നുമില്ല. കട്ട് ചെയ്തെടുത്തണ്ണ അല്ലേ ചേട്ടാ, കഴിക്കേ. സ്വന്തം കടയാക്കി മാറ്റി. നോക്കൂ, നമ്മളങ്ങനെ നേരെ എക്സ്പ്രസ് വേ കയറി നമ്മൾ നേരെ കീച്ചിക്കൊണ്ടിരിക്കുകയാണ് പാനിപ്പത്ത്. അപ്രോക്സിമേറ്റ് ഒരു 1.5 hour അല്ലെങ്കിൽ 2 hour എടുക്കും നമ്മൾ പാനിപ്പത്ത് എത്താൻ വേണ്ടി. പിന്നെ അത് മാത്രമല്ല, അവിടെ ചെന്ന് കുറേ പരിപാടികൾ വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു 3 മണിക്ക് മുമ്പേ അവിടെ എത്തിച്ചേരണം. അങ്ങനെ ബാങ്കിങ് പരിപാടികളൊക്കെ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിലുള്ള ഔട്ടർ വില്ലേജുകളാട്ടോ നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ ഡൽഹിയുടെ ഔട്ടർ അല്ലേ തുമ്പി? ഇപ്പൊ വില്ലേജ് അല്ല, അല്ല, സിറ്റി ആയിട്ട് ചെറിയ ചെറിയ സിറ്റി പോലെ ഡെവലപ്പ് ആയി വരും. കാരണം ഈ എക്സ്പ്രസ് ഡ്രൈവിന്റെ അകത്ത് 10 കിലോമീറ്റർ നടുക്ക് പിടിക്കുന്ന വിവരം ഇല്ലാത്തവന് മരഭൂതമേ പഞ്ചാബ് അന്ന് ഇവർക്ക് ആ സൈഡ് കൂട്ടി അങ്ങ് പൊക്കൂടെ. എന്നാ അപകടം എന്നറിയാം ഇങ്ങനെ വണ്ടി ഓടിക്കുന്നേ. മൊത്തം ഇപ്പൊ ഇങ്ങനെ ഒരു വിദേശ സെറ്റപ്പായി. ആളോ പേരോ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ ഓട്ടോമേഷൻ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ആളും ഉണ്ടാവില്ല, പേരുണ്ട്. നമ്മൾ റഷ്യയിലൊക്കെ ഉണ്ട് അതേ സെയിം സെറ്റപ്പ് അല്ലടാ? അതെ എവിടെ അതെന്താ റൂള് വന്നിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ വെക്കാവുള്ളൂ. ഈ പാനിപ്പത്ത് പോകുന്ന എക്സ്പ്രസ് വേയിലേക്ക് നമ്മൾ ചെന്ന് കയറാൻ വേണ്ടി പോവാണ്. ഇന്ത്യയിലെ റോഡുകളെല്ലാം വളരെ മികച്ച രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ കണ്ടതില് ലോകത്തിലെ ഏറ്റവും നല്ല റോഡുള്ള ഇന്ത്യയിലാണ്. അതെ, നമ്മൾ എത്ര രാജ്യത്ത് ഓടിച്ചു അല്ലടാ? അതെ. ഹൈവേ പെട്ടെന്ന് ചുരുങ്ങി, പെട്ടെന്ന് തിരക്ക് കൂടി. നമ്മൾ പാനിപ്പത്ത് ലക്ഷ്യമാക്കി വീണ്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്രോക്സിമേറ്റ് ഒരു 60 കിലോമീറ്റർ ഓടി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പാനിപ്പത്ത് എത്തുന്നതായിരിക്കും. എക്സ്പ്രസ് ഹൈവേ ക്ലോസ് ആയി, ചണ്ഡീഗഡ് റോഡിൽ കണക്ട് ആയി. ഇവിടെ ഏകദേശം ഒതുങ്ങിയൊരു മട്ടും ഭാഗമൊക്കെ ആയിട്ട് റോഡ്. എടാ, ഇതെല്ലാം കൂടെ വന്ന് കേറിയില്ലേ? കൊടുത്തു കിട്ടിയ ബാക്ക് ടു ബാക്ക് അടി. എക്സ്പ്രസ് കുണ്ടി അടിച്ച് തകർത്ത് കളഞ്ഞു. അമങ്ങിയാണല്ലോ ഇരിക്കുന്നത്. ഇവിടെ കിട്ടി, ഇവനെ കിട്ടി. എല്ലാരും മേടിച്ചു. പടപടയെന്നായിരുന്നു. എന്താ അടി കിട്ടിയ. നമ്മൾ പതിയെ ഇതിന് മറ്റേ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അപ്പൊ നമ്മള് മറ്റു വണ്ടി ഓടിക്കുന്ന ഇത് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മള് പണി പാളും അല്ലേ തുമ്പി? അല്ല, അങ്ങനെയല്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് ഞങ്ങളുടെ നാടെന്ന് വെച്ചാൽ ഒരു തദ്ദേശീയമായ ഒരു ഗ്രാമപ്രദേശമാണല്ലോ. നിങ്ങളെപ്പോലെ പട്ടണത്തിലല്ലല്ലോ ഞങ്ങൾ ജീവിക്കുന്നത്. ഓ, വെൽക്കം ടു ഹരിയാന. NH 48. അതായത് നമ്മൾ ഡൽഹി കഴിഞ്ഞ് ഹരിയാന എത്തിയിരിക്കുകയാണ്. NH 44. നമ്മളങ്ങനെ ഹരിയാന എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ പ്രത്യേകത ഇവിടെ ലിക്കർ ഷോപ്പുകൾ കൂടുതലാണ്. ഇവിടെ പിന്നെ മദ്യത്തിന് പൈസ കുറവാണ്. പിന്നെ അതേപോലെ ഡൽഹിനെ അപേക്ഷിച്ച് നിയമങ്ങളൊക്കെ ഇച്ചിരി ലിബറലാണ്. ഡൽഹിയിൽ നിയമങ്ങൾ ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ് ഹരിയാനയുടെ പ്രിഫറൻസ്. പിന്നെ NOC 15 വർഷം വരെ നമുക്ക് വണ്ടികൾക്ക് കിട്ടും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ അതേപോലെ തന്നെ അവിടെ 10 വർഷമാണെങ്കിൽ ഇവിടെ 15 വർഷം. അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. എന്തോ പ്രത്യേക കേട്ടോ. എന്റെ പൊന്നും കുറിച്ച് ഇത് രാജസ്ഥാനികളാ. അല്ല അത് കുത്തി അതിന്റെ കൊമ്പ് കൊണ്ടാ തീർന്നു കേട്ടോ വണ്ടി. ആനേനേക്കാളും കൊമ്പിനേക്കാളും ഇത് ആനയുടെ കൊമ്പിനേക്കാളും വലുത്. എന്റെ പൊന്നെ കുറേ ഉണ്ട് കേട്ടോ. ഇവനെ കുറേ ഉണ്ട്. ഇതൊരു ഗ്രാമമായിട്ട് ഫ്രണ്ടിലേക്ക് നോക്കിയ കട്ടർ റോഡാണ്. നമ്മള് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആവശ്യമില്ല. ടോള് വെട്ടിക്കാൻ വേണ്ടി ബാബർ പോകുന്ന 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കിടിലൻ റോഡിന്റെ അകത്തൂടെ നമുക്ക് സഞ്ചരിക്കാം. ഇത് കണ്ടില്ലേ, ഫുള്ള് തല്ലിപ്പൊളി റോഡ് എന്ന് വെച്ചാൽ തല്ലിപ്പൊളി റോഡ്. ഇനി ഇതിലെങ്ങനെ വേണം കേട്ടോ അയാളുടെ വീട്ടിൽ. അതേ കേട്ടാ, ഇതേ പോയിട്ട് പോയേ അല്ല, ഇങ്ങനത്തെ റോഡിൽ കയറിയിട്ട് അതേ ഏട്ടേ. അപ്പൊ എത്തി. ഇങ്ങനെയുള്ള റോഡിനകത്ത് കയറിയിട്ടാണ് തിരിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് കയറിയത്. ശരിയാണ്. ഓർക്കുന്നുണ്ടോ? അത് ഒരു ചെറിയ എബിൻ പറഞ്ഞ ഓർമ്മയുണ്ട്. ഒരു കുറ്റി കണ്ടിട്ട് ആളെ പോലെ ഇല്ലേ, പേടിയാവില്ലെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ സ്ഥലം എത്തിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇതേ യൂസ്ഡ് തുണി, ത്രിഫ്റ്റ്. ഈ സാധനമായിട്ടൊരു ഈ
ഈ സാധനമാണ് നമ്മുടെ നാട്ടില് റിസ്ക് വിൽക്കുന്നത്. അതായത് ഈ വില കുറഞ്ഞ് വിൽക്കുന്നത്. അതായത് 3000 രൂപയ്ക്ക് 4000 രൂപയ്ക്ക് കിലോ കണക്ക് കിട്ടൂലേ, ആ തുണിയാണ് ഈ കിലോ അല്ല, ഇത് ഒരു വലിയ ബോറ, വലിയ ചാക്ക്. അതായത് ആ ചാക്ക് ഒരു 10, 40, 50 കിലോയ്ക്ക് മേളിൽ, 60 കിലോയ്ക്കൊക്കെ മേളിൽ വരുന്ന ചാക്ക്. അതിന് 5000 രൂപ അങ്ങനെ അങ്ങാണ്ട സംതിങ് ഒരു ബണ്ടിൽ. അതിനകത്ത് 10 പോക്കായിരിക്കും. 1000 പീസ് ഉണ്ടെങ്കിൽ ഒരു 200 പീസ് അല്ലെങ്കിൽ ഒരു 150 പീസ് എന്തെങ്കിലും വിദേശ ഇമ്പോർട്ടന്റ് അല്ലേ തുമ്പി? വെളിയിൽ നിന്ന് വരുന്നതാ, ഈ ചൈന അവിടെ നിന്നൊക്കെ വരുന്നത്. നമ്മളിപ്പോ MLA സാഹിബിന്റെ വീട്ടിലെത്തും, ആസിഡ് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് റെഡിയാക്കി. അധികം ആയുസൊന്നും ഉണ്ടാവില്ല അല്ലേ? അധികം ആയുസൊന്നും ഉണ്ടാവില്ല തുണിക്ക്. ഈ സിംഗിൾ യൂസ് സാധനങ്ങളാണ് ഗൈസ്. ഇത് കണ്ടോ, നമ്മൾ MLA സാഹിബിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. സാബിന്റെ അടുത്തോട്ട് പോകുമ്പോ എന്റെ മോനെ അവിടുത്തെ വണ്ടി കണ്ടിട്ടാണ് ഞെട്ടിപ്പോന്നെ. സത്യം പറയട്ടെ, വണ്ടിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. വണ്ടി ഇതുവരെ വന്നില്ല. അപ്പൊ ഞങ്ങളിവിടെ വന്ന് വണ്ടി ഇപ്പൊ MLA അവിടെ നിന്ന് വരണം. രാത്രി നമ്മളെ വരുള്ളൂ, അതങ്ങനെ ആയിരിക്കും. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇപ്പം വിശക്കാൻ തുടങ്ങി. ഒരു സ്ഥലത്ത് കയറി ഭക്ഷണം കഴിക്കണം. ഇവിടുത്തെ ഫ്ലാറ്റുകൾ നോക്കിയേ, എന്നോ വലിപ്പം നോക്കിയേ. എടോ കൂട്ടുകാരാ, നമ്മൾ എങ്ങനെ വർണ്ണിച്ചോണം, മനസ്സിലായില്ലേ? നമ്മുടെ തൊഴിലതാ. താൻ എടോ താനുണ്ടല്ലോ, എന്തിയാ എന്തിയാ അത് വേണ്ട, ക്യാമറ വേണ്ട. ഗൈസ് നോക്കി, ഇവിടെ 12 നില കൊച്ച ചെറുതാ ഗൈസ്. അതെ, ഞങ്ങൾ ഈ തൊട്ട് ഫ്രണ്ടിലൊരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് എല്ലാം കഴിച്ചിട്ട് വണ്ടി കാണാം. എങ്ങനെ വരുമെന്നൊന്നും അറിയത്തില്ല ഗൈസ്. ബേസിക്കലി ഇവിടെ നടക്കുന്നൊരു സംഭവം ഞാൻ പറയാം. ഇപ്പം ഈ കാറിലുണ്ടോ, ഇതിന് പൈസ അപ്പം തന്നെ കൊടുത്താൽ അത് കിട്ടും. അല്ല, അതിനെ 2 നിമിഷം അത് നമ്മൾ പൈസ കൊടുത്തിട്ട് പോയാൽ അതിന് നമ്മൾ നിമിഷങ്ങൾ കൊണ്ട് നശിപ്പിച്ച് കളയും അല്ലേ? ഇതിന് ഉദാഹരണം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ചെന്നിട്ട് വിളിക്കൂലേ, അന്നപ്പം കാശ് കൊടുത്താൽ പൂഴിയും കൊണ്ട് വരുന്നുണ്ട്. പൂഴി ഭയങ്കര എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത്. പൂഴി നോക്കിയ പൂഴി ട്രാക്ടർ പൂഴിയും കൊണ്ട് പോകുന്നത്. എടോ തന്നെ ഇന്നലെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ച ഞങ്ങൾ ആരും പറയുന്നില്ല. നോക്കി അവിടുത്തെ കളർ നോക്കി, ആ ഒരു സൂര്യന്റെ ഒരു മയം അങ്ങോട്ട് മാറിയപ്പോ ഗോൾഡൻ കളർ. ഇറ്റ് ഈസ് വെരി വെരി നാച്ചുറൽ. എലൈറ്റ് ഹോട്ടൽ. ഓ, ഇത് റൂമാ ചേട്ടാ. നോക്കിയാ സ്കൈ എന്ത് രസം. ഹോട്ടലിൽ നിന്ന് കണ്ടപ്പം ഫുഡാന്ന് ഓർത്ത് വന്നാ ഗൈസ്. ഇവിടെ ഫുഡല്ലേ, ഇവിടെ താമസമാ. അയ്യോ, കാനാ നെയ്യേ ഇല്ലടാ. ചോദിച്ചു നോക്കിയാലോ, ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കിയാലോ. അല്ല ഏട്ടാ, ജസ്റ്റ് ഒന്ന് ചോദിച്ചാലോ, ഈ കാനാന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ അത് കിട്ടുന്നതെന്ന് ചോദിച്ചേ. സാധാരണ നമ്മുടെ നാട്ടിലെ ഹോട്ടലിന് എഴുതി വെച്ചാൽ, അല്ല നമ്മുടെ നാട്ടിലെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണോ? അതെ भैया खाना किधर मिलेगा? होटल खाना का होटल हाँ खाना हम खाने के लिए आए ഒന്നും അറിയത്തില്ല. ഇവിടെ എവിടെ ഒന്നും കാനൊന്നും ഇല്ല കേട്ടോ. നമുക്ക് തൊട്ട് ഫ്രണ്ടിലേക്ക് പോകാം. किधर मिलेगा खाना का? मैं ये जो है ना होटल, हम इस होटल से आए. ये जो सामने दिख रहा है ना होटल, गोल्डन लीफ उस साइड में ये फ्लैट है, वो साइड में. ये जो मेनू है, ये सारा खाना मिलेगा हमारे पास. सारा नॉन वेज नहीं मिलेगा, वेज है सारा. नॉन वेज नहीं मिलेगा? नहीं, वेज है पूरा होटल. ओ नॉन वेज किधर मिलेगा? नॉन वेज का വെജ് മാത്രമേ ഉള്ളൂ. मिलेगा जो भी इसमें है. ദാൽ മഖനിയൊക്കെ അങ്ങോട്ട് വെക്കാണ്. ये क्रॉस करके आगे ഞാൻ വരുന്നില്ല കേട്ടോ. ശരി, വന്നിട്ട് കണ്ടോളാം. അങ്ങോട്ട് പോകട്ടെ. നമ്മൾ നന്നായില്ലേ ഇവിടെ നടന്നു വന്നേ. എല്ലാവരും വെജല്ലടാ. എന്നാലും തുമ്പി ആ സ്കൈ നോക്കിയാടോ, ഒരു പ്രത്യേക മനസ്സിനൊരു ഫീലിംഗ് വരുന്നില്ലേടോ? ഒരു പ്രത്യേക ഫീലിംഗ്. ആ ഒരു അസ്തമ സമയം, ഈ സമയത്താണ് ഏറ്റവും നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ഗോൾഡൻ ടൈം എന്ന് പറയും ഈ സമയത്തിന്. ഇതൊരു പ്രത്യേക ഫീലിംഗ് ഉള്ള സംഭവം. തുമ്പി നിട്ടാക്കുന്ന പോസ്റ്റർ ടീഷർട്ട് ആണ്. മറ്റേ ഷഡ്ഡി, മറ്റേ വലിയ കമ്പനി ഷഡ്ഡി. അതല്ല, ഇത് മറ്റേ വലിയ കമ്പനി ഷഡ്ഡി അടിച്ചു കൊടുത്തു. മറ്റേ എന്നാ സീ കിട്ടിയ കമ്പനിയാണ് കൽവിൻ. കൈസ് എന്നോട് പറഞ്ഞാൽ ഇച്ചിരി പൊക്കി പറയണം, അങ്ങനെ പൊക്കി വെച്ചാട്ടോ. ഇപ്പൊ എനിക്കറിയത്തില്ല കേട്ടോ ഗൈസ്. പൈസ ഇത് കാന കിധർ മിലേഗാ? കാന മൻ ഇവിടെ എന്തിനാ പോകുന്ന കാന കഴിക്കാൻ? ഇധർ ജായക മിലേഗാ? ഓ വെജിറ്റേറിയൻ. हाँ
അവിടെയാണ് അവിടെയാണ് അവിടെയാണ്. चिकन मिलेगा उधर मुर्गी मिलेगा അതൊന്നുമില്ല വാടാ. नहीं मिलेगा ഗായ്സ് इधर ഇന്നലെ ഞങ്ങൾ ഒരു മുട്ട പപ്സ് കഴിച്ചു. അപ്പൊ ഞങ്ങൾ അവനോട് ചെന്ന് ചോദിച്ചു, എടാ ഇത് നിന്റെ മുട്ട പപ്സ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ ആദ്യം പറഞ്ഞു ഇല്ല മുട്ട പപ്സ് ഇല്ല, പനീറും ആലു പപ്സും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു പോയി. അപ്പൊ ഞങ്ങൾ റൂമിലേക്ക് നടന്നു വന്നു. അപ്പൊ അവൻ ഞങ്ങൾ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു ഇല്ല മുട്ട പപ്സ് എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 മുട്ട പപ്സും പിന്നെ അതേപോലെ തന്നെ ഒരു ആലുപ്പ ഇത് മേടിച്ചു. കുറച്ച് തിന്ന് പകുതി എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കബളിക്കപ്പെട്ടെന്ന്. ഞാൻ അവനെ നിന്നെടുത്തൊന്ന് ശപിച്ചു. ആ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. അവൻ ഇന്നലെ എന്നോട് കാണിച്ച ചതി ഞാൻ ജീവിതത്തിൽ അങ്ങനെ ചെയ്തില്ല. എടോ തുമ്പി MLA സാറിന്റെ 20 അടിച്ചോണ്ട് പോയാലോ? 2.2 ആ അത് വേണ്ട. 2.2 ലാസ്റ്റ് ഇത് ഇറങ്ങിയതല്ലേ ചേട്ടാ? ലാസ്റ്റ് ഇത് ഇറങ്ങിയ കേട്ടോ 2.2. ഇത് ഒരു ഗതിയില്ലാത്ത എന്താ പറയാ, ഇവരിൽ നിന്ന് മുക്തം നേടാൻ വേണ്ടി ഇരിക്കുന്ന സിയാസ് കേട്ടോ. കൈസിനെ മുക്തം നേടാൻ ആർക്ക് കിട്ടുമെന്ന് ദൈവത്തിനറിയാം. ഹോട്ടലിന്റെ പേര് വേറെ അവിടെ നോൺ വെജ് കിട്ടും. ആരോ പറഞ്ഞേ? ഇത് ജി കൂട്ടിയിട്ട പേരാ, അത് വൈ കൂട്ടിയുള്ള പേരാ. അവിടെ നോൺ വെജ് കിട്ടും. അങ്ങോട്ട് പോവാം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. മരഭൂതമേ വാ, അങ്ങോട്ട് പോകണം. അതാ കവല. എന്തിന് ടാക്സി? എന്റെ കൂട്ടുകാരാ ഈ ടൗണിൽ കിട്ടും നമുക്ക് വേണ്ടത്. വാ തുമ്പി, നമ്മളൊക്കെ എങ്ങനെയാ വന്നതെന്ന് മനസ്സിലാക്കണം. സെക്കൻഡ് ക്ലാസ്സില് ടിക്കറ്റ് പോലും എടുക്കാതെ കയറി ടീച്ചർ പുറത്താക്കി ആള് തുമ്പി. അങ്ങനെ ജനലിൽ കയറി എറണാകുളത്തെത്തി. ഇവിടെ പഴയ വലിയ വലിയ കോടീശ്വരന്മാരുടെ കഥ ഇങ്ങനെയാ. അതായത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നു. ഇത് ജിമ്മാട്ടോ, അൾട്രാ പ്രോ മാക്സ് ആൽബ ഫിറ്റ്നസ്. ഇവിടുത്തെ ചുമരുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു എന്താ പറയാ, തേപ്പൊന്നുമില്ല. ടൈൽസ് ഒട്ടിക്കുക. ഇവിടുത്തെ ബസ് നോക്കിയാൽ പ്രീമിയം ബസ് വന്ന് നോക്കിയാൽ ഇവിടുത്തെ പ്രീമിയം ബസ്സാണോ? ആ ടിക്ക അതെ ചേട്ടാ. അല്ലടോ അല്ല മുറുകി അല്ലടാ. അത് വെജ് ഓർ നോൺ വെജ്? ഉണ്ട്. വാ വാ ഞാൻ ചോദിച്ചു നോക്കാം. മുട്ട വിൽക്കുന്ന ചേട്ടൻ, മുട്ട ചേട്ടൻ. ഇത് എടോ ഇതാണോ മറ്റേ കടല? ഇതേ കടല വിൽക്കുന്ന ആള്. പിന്നെ അതേപോലെ ഇവിടെ അങ്ങനെയുള്ള ഒരുപാട് എല്ലാ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇവിടെയൊക്കെ ഇതൊക്കെ ഇവിടുത്തെ ഹോട്ടലാട്ടോ. ഇത് ഇവനോട് ചോദിച്ചു പിന്നെ ചിക്കൻ കിട്ടുന്ന കട ഏതാന്ന്. ചിക്കൻ വിൽക്കുന്ന കട കാണിച്ചു കൊടുത്തു. ചിരിക്കാൻ തുമ്പി. അവൻ നീ ചോദിച്ച തെറ്റൊന്നുമില്ല. നീ ചോദിച്ചു മുറുകി അവിടെ കിട്ടുമെന്ന്. അയാൾ കറക്റ്റ് കോഴി വെട്ടി വിൽക്കുന്ന കട. ഫുൾ കോമഡി കേട്ടോ. ഫുൾ കോമഡി എന്ന് വെച്ചാൽ ഫുൾ കോമഡി. കൈസ് വിശന്നിട്ടുണ്ടല്ലോ. എൻ്റെ ഉള്ളിൽ തന്നെ ഒരു വിഷമം വരുക. കാരണം അത്രയ്ക്ക് വിഷമം വരും. ആരും വെളുത്തൊരു സാധനം നിന്നിട്ടില്ല. നീ പുള്ളിയുടെ ഒക്കെ എല്ലാത്തിനും ഒന്ന് കൈയിട്ട് വരട്ടെ. ഇത് മസാലക്കടല. चिकन मटन वो वाला खाना किधर मिलेगा? तो कितना है पैसा? 70 का पाइया कोलाना. वो कितना है? सारे एक रेट है. ये 50 रुपया 25 है लेडो. 50. ये 50 का दे दो, ये 50 का दे दो. नल्लो सुनो तो. ज्यादा बात नहीं. नॉन वेज का खाना किधर मिलेगा? नॉन वेज खाओगे जिसमें खा लो. तो दूसरा आइटम रेडी नहीं है. आइटम नहीं है अभी बना तो പരിപ്പ് सारे बना रहे हैं. जाओगे तो खाओ. കൊള്ളാം കേട്ടോ. അവിടുന്ന് കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അത് ബാറാ കേട്ടോ. ഞാൻ അങ്ങനെ ബാറിൽ നിന്നോ മദ്യപിക്കുന്ന സ്ഥലത്തു നിന്നോ കഴിക്കാറില്ല ഭക്ഷണം. പരമാവധി ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഞാൻ ചെയ്യാറ് പൊതുവെ. അപ്പം നമ്മൾ അടുത്ത സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സംഭവം. ഇത് ഹരിയാന അല്ല, ഇത് ചണ്ഡീഗഡാണോ ഹരിയാനയാണോ തുമ്പി? HR ഹരിയാനയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് സുഹൃത്തുക്കളെ. ഹരിയാനയുടെ ഒരു പ്രദേശത്താണ് സുഹൃത്തുക്കളെ ഞങ്ങൾ നിൽക്കുന്നത്. എന്താ സ്ഥലങ്ങൾ. അവിടെ എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ പോവാ. വേറെ വകുപ്പൊന്നുമില്ല കേട്ടോ. അല്ല അവിടെ പോയാൽ കിട്ടും. ലിബിനെ അവിടുന്ന് കഴിക്കണ്ടല്ലോ. മൂത്രം വേണ്ട. അതെ, ഒരു വശപ്പശ കേട്ടോ മൊത്തം. ഇവിടെ ബ്രെഡ് ഓംലേറ്റ് കിട്ടും, വേറെ ഒന്നും ഇല്ലടാ. അതെ, ഇത്രയും വന്നതല്ലേ തുമ്പി? ഇത്രയും വന്നതല്ലേ? എന്റെ ഫോണും കൊണ്ട് പോവോ?
അവിടെ വരെ ഒന്ന് പോയത്, ഇത്ര വരെ വന്നതല്ലേ. ओनली ब्रेड ऑमलेट है, दूसरा क्या है? ऑमलेट है, ब्रेड ऑमलेट है, बटर ऑमलेट है, भुजिया बुलांडा है. ആ അതന്നെ, മുട്ടയുടെ സാധനങ്ങളെ കൂടുതലുള്ളൂ കേട്ടോ. മുട്ടയില്ലാത്ത വേറെ സാധനങ്ങളൊന്നുമില്ല. നേരെ പോവാം, നേരെ പോയിട്ട് കിട്ടുന്ന കഴിക്കാം. ഒരു 2 കടല എനിക്കും തരും കേട്ടോ. ആണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അല്ലല്ല പാറല്ല, വെള്ളക്കാർ വരുന്നതായിരിക്കും. ഇവിടെ എല്ലാം ഉണ്ടപ്പാ, ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ഇവിടെ ഖാനയ്ക്ക് വേണ്ടി അങ്ങനെ എല്ലാം ഉണ്ട് സുഹൃത്തുക്കളെ. അതിനെ അത് കഴിക്കാൻ പറ്റും. നോക്കട്ടെ പയ്യെ ഖാനൊക്കെ ക്യാക്കിയായേ. നോക്കൂ, ഫൈനലി നമ്മൾ വണ്ടി എടുത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളെ ശരിക്കും കാണിക്കേണ്ട വണ്ടി അല്ല നമ്മളെ കാണിച്ചു, വേറെ വണ്ടി കാണിച്ചു. കാരണം ഈ വണ്ടിയിൽ ഇവർക്ക് കമ്മീഷൻ കുറവാണെന്നുള്ളതാണ് എൻ്റെ സംശയം, എനിക്കറിയത്തില്ല. ലാസ്റ്റ് ഇപ്പം തൂമ്പി ശരിക്കും കയറി അങ്ങ് ഉടക്കി. ഇവർ പണ്ട് പോലെ കച്ചവടം ഇതൊക്കെ ഉള്ളതാണല്ലോ, അപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഉടക്കി ലാസ്റ്റ് തുമ്പി പറയേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞപ്പം വണ്ടി കാണിക്കാന്ന് പറഞ്ഞപ്പോൾ ഒടുക്കത്തെ നിബന്ധനയാണ്, എല്ലാവരും കൂടെ പോകാൻ പാടില്ല, ഒരാൾക്കേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പം രാജകീയമായിട്ടുള്ള പിന്നെ ഇതാണ്. അപ്പം ഒരാളെന്തായാലും പോയിട്ടുണ്ട്. അതിൻ്റെ പുറകെ ഞങ്ങൾ ഇതാ പൊക്കോണ്ടിരിക്കുകയാണ് ഫ്രണ്ടിലേക്ക്. അപ്പോൾ എന്താവുന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ എടുക്കുകയുള്ളൂ, അല്ല അവർ പറയുന്ന പോലെ നിങ്ങൾ ഇത് തന്നെ എടുത്തു നമ്മൾ സമ്മതിക്കൂല. അതെ അതെ. അപ്പം നമ്മൾ അവസാനത്തിൽ ഏകദേശം എത്താറായിട്ടെ, ഏകദേശം ഈ സൈഡിൽ എവിടെയോ വണ്ടിയുണ്ട്. ഇപ്പോൾ ഉണ്ട്, അത് തന്നെ. ഫൈനലി നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് പാനിപ്പറ്റ്. ഓഫ്, ഇതിനെ ഹമ്പ് കൃഷിയാട്ടെ വണ്ടിക്ക്. ഇച്ചിരി താന്നിരിക്കുന്ന വണ്ടി ആയതുകൊണ്ട് ഹമ്പ് ഒരു ചെറിയ സീനുണ്ട്. ഹമ്പൊക്കെ നോക്കി ഇറക്കണം. ഈ ലൈവ് ലൊക്കേഷൻ നോക്കിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതെ, നാളെ ഒരു വണ്ടിയും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കണം. അതോടുകൂടി വണ്ടി എടുക്കൽ നിർത്തിയിരിക്കുകയാണ്. ഗോ ടു അനദർ പ്ലേസ്. മറ്റേ പുള്ളി റിപ്ലൈ വന്നോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഗൈസ് നോക്കാം. അപ്പം ഞങ്ങൾ നേരെ പോവുകയാണ്. ഇത് തന്നെ ഏട്ടേ, ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ് ഇവിടെ നിൽക്കുന്നത്? ഇവിടെ നിൽപ്പുണ്ട്. വിട്ടോ ചവിട്ടി വിട്ടോ. ഇതുവരെ എത്തിയിട്ടില്ല. അതെ ഗൈസ്, നമ്മളെന്തായാലും പ്രതീക്ഷയൊന്നുമില്ലേ, കിട്ടി പോയാൽ പോയി, ഇല്ല വേറെ നോക്കാം. കാരണം ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അങ്ങനെയാണ് സാഹചര്യങ്ങളുള്ളത്. ചേട്ടാ ബ്രൈറ്റ് തന്നെ കേട്ടോ, ഡിമ്മേഡണ്ട. കാരണം ആരും നമുക്ക് താത്തി തരത്തില്ല. നമ്മൾ കുഴി പോയാൽ നമ്മൾ പെടും. അടിയാൻ കുടിയാൻ വ്യവസ്ഥയായി ഇതേ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു. ലിബിനും അവിടെ പുറത്തുണ്ട്. സ്വന്തം വണ്ടി മേടിക്കാൻ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ കാശ് കൊടുക്കാതെ വെറുതെ പണ്ട് ഈ അരി മേടിക്കൂലേ, ഈ പണത്തിന്റെ ആ ഒരു സെറ്റപ്പ് അടിയാൻ കുടിയാൻ വ്യവസ്ഥയാണ്. പണ്ട് 4ാം ക്ലാസ്സിന് 5ാം ക്ലാസ്സിന് അടിയാൻ കുതിയാമെന്ന് നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഓരവസ്ഥ എന്ത് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റൂല. എത്ര മണിക്ക് ഇറങ്ങിയത് നമ്മൾ? രാവിലെ ഇറങ്ങിയത്. ഇപ്പൊ സമയത്ത് 6:44. എത്ര മണിക്കൂർ പോസ്റ്റ്? അയ്യോ വള്ളപ്പുണ്ട. ആ ചൂബ എങ്ങനെ ചോദിച്ചോ? ഗൈസ് ഫൈനലി ഞങ്ങൾ ഇതിൻ്റെ മുതലാളിയുടെ അടുത്തെത്തി. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ മൊത്തം ഡിഫൻഡർ റൂബിക്കോണൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ റൂബിക്കോണൊന്നുമില്ല, ഇന്നിപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അങ്ങേറ്റത്ത് നമ്മുടെ വണ്ടിയുണ്ട്. ഇപ്പം വണ്ടി ഇറങ്ങി വരും. എടുക്കുന്നുണ്ട് കേട്ടോ, പുതിയത് അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് ഈ വണ്ടി തന്നിട്ട് വേണം ആ രജിസ്ട്രേഷൻ അതിന് കയറ്റാൻ, നമ്പർ എടുത്ത് അതിന് കയറ്റാൻ വേണ്ടി. വണ്ടി ഇപ്പം ഇറങ്ങി വരും. എല്ലാവരും ഉള്ളിൽ കയറ്റത്തില്ലേ. അപ്പം നമ്മളിങ്ങനെ നിൽക്കുമോ, വണ്ടി ഇറങ്ങി വരുന്നത്. ഞാനൊന്ന് കയറിയായിരുന്നു. ഇപ്പോൾ വണ്ടി ഇറങ്ങി വരണം. ഇറങ്ങി വന്നിട്ട് വേണം ബാക്കി കാര്യം. ചിലപ്പോൾ ഇന്ന് തന്നെ തീരുമാനമാവും. മേടിക്കുന്നവർ പുറത്തും കച്ചവടക്കാരുടെ ഉള്ളിലും. അത് കൊള്ളാലോ. ലിപി നിനക്കുണ്ടോ? ഒരാൾക്കുണ്ടോ? ഇനി ഞാൻ പോട്ടെടാ, നീ കയറിയില്ലേ? ഗൈസ് ഞങ്ങളെ ചപ്രികളായിട്ട് അവർ കണ്ടാക്കുന്നത്, പുണ്ടകള്. നമ്മൾ ചപ്രി. ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. ഇറ്റ് ഈസ് വെരി ടയേർഡ്. ഹൗ ലോങ്? 130 കിലോമീറ്റർ, അതായത് 130 കിലോമീറ്റർ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നേരെ ഈ കാണുന്ന വഴിയിൽ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ് സുഹൃത്തുക്കളെ. ഫൈനലി ഞങ്ങൾ ഹൈവേയിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഹൈവേയിൽ. ഏതാണ്ട് ഒരു 10-75 കിലോമീറ്റർ. നോക്കൂ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ 75 കിലോമീറ്റർ കാണുന്നുണ്ടോ? യെസ്, ഈ 75 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ഡൽഹിയുടെ നഗരവീതിയിലേക്ക് എത്തും. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം സുഹൃത്തുക്കളെ. ഗൈസ് നോക്കൂ, നമ്മളങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹി ലക്ഷ്യമാക്കി. അപ്രോക്സിമേറ്റ് ഒരു നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് തോന്നുന്നൊരു 1-2 മണിക്കൂർ എടുക്കും. ഇതേപോലെയാണ് ഈ ഔട്ടർ കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ. ഈ ഔട്ടർ കച്ചവടം ചെയ്യാൻ പോകുന്ന കച്ചവടക്കാരെ സമ്മതിക്കണം. കാരണം വെച്ചാൽ ഒന്ന് കാര്യം, ഇത് ഇഷ്ടപ്പെട്ടില്ലേ കാശ് പോയി. ഇനി പാർട്ടിക്ക് വേണ്ടി നോക്കാൻ വേണ്ടി ഒരു പാർട്ടി വന്നില്ല എങ്കിലും കാശ് പോയി. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളിപ്പം ഉദാഹരണം പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് എറണാകുളം പോകുന്ന ദൂരമാണ് നമ്മൾ പോകുന്നത്. കണ്ണൂരിൽ നിന്ന് എറണാകുളം പോകുന്ന ദൂരം ഈ 4 വരി ആയതുകൊണ്ട് നമുക്കിത് ഫീൽ ആകുന്നില്ലെന്നേ ഉള്ളൂ.
അതായത് നമ്മൾ ദൂരം പോയി ഡൽഹിയുടെ ഔട്ടർ എന്ന് പറയുമ്പം UP വരും, CH വരുമോ, ബോർഡർ വരും, HR വരും അല്ലേ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതികൾ. അതായത് നമ്മൾ നാട്ടിൽ നിന്ന് പറയും, അതായത് ഈ കച്ചവടക്കാരന് അവൻ ഇടനില അത് കിട്ടും ഇത് കിട്ടുമെന്ന്. വണ്ടി മേടിച്ചോണ്ട് എല്ലാവരും പോവും. പക്ഷേ ഇതിൻ്റെ തലവേന എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. പിന്നെ കൂതിലടി കുതികാലുവെട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് വേറെ. അങ്ങനെ എല്ലാം കൊണ്ടും വണ്ടർഫുൾ. പ്ലാസ്റ്റിക് ആൻഡ് ബ്ലാസ്റ്റിക്. ഞങ്ങൾ കണ്ടത് വെച്ച് പറയുകയാണ്, ഇവിടെയുള്ള നമ്മളൊരു മലയാളി, അങ്ങനെയല്ല വരുന്നത്, നമ്മളൊരു മലയാളി ഡീലർ മുഖേന വണ്ടി എടുക്കുക. അതും അത്യാവശ്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയ, നിങ്ങൾ 10 ആളോട് ചോദിക്കുക ആ ഡീലർ എങ്ങനെയായിരുന്നു നിങ്ങളോട്, അല്ല നിങ്ങളുടെ തന്നതാണോ, അല്ല നിങ്ങൾ ഇരുത്തി തന്നാണോ കിടത്തി തന്നാണോ അതോ കുനിച്ചു നിർത്തി എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ വാങ്ങിക്കുക. 10 പേരോട് അന്വേഷിച്ചിട്ട്, അല്ല ചാടി കയറി എൻ്റെ കൂട്ടുകാരന് ആദ്യം കിട്ടിയായിരുന്നു പിന്നെ അവർക്ക് കിട്ടിയ അങ്ങനെയൊന്നും ചിന്തിച്ചെടുക്കരുത്. കാരണം ഇവിടെയുള്ള ഡീലർമാർ ജീവിതത്തിൽ വിശ്വസിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തിരിഞ്ഞു നിന്നാൽ നമുക്ക് തന്നെ അടിക്കും. അതായത് ഇവിടുത്തെ രീതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിന് വേണ്ടിയാണ് ഇവിടെയുള്ള ആൾക്കാർ, അല്ല എത്തിക്സോ അല്ലെങ്കിൽ ഒരു ബന്ധമോ അങ്ങനെ ഒന്നുമില്ല. ഒരു മലയാളി നമുക്ക് ഒരു ഡീലറായിട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ, നമുക്ക് നാളെ എന്തെങ്കിലും പറ്റി അവനോട് ചോദിക്കാം, അല്ല അവൻ്റെ വീട്ടിൽ പോവാം, അവനോട് കാര്യങ്ങൾ നടത്തിയെടുക്കാം. ഇവിടെ ഉള്ളവൻ്റെ അടുത്ത് നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ കിളിക്കൂട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ പണിയാൻ കിളിക്കൂട്, പിന്നെ അത് അല്ലെങ്കിൽ നമുക്ക് പട്ടീനെ വളർത്താനുള്ള കൂട്, അങ്ങനെ വലിയ വലിയ കാറിനകത്ത് വേണം. പിന്നെ അത് മാത്രമല്ല, അങ്ങനെയാണ് ഇവിടുത്തെ രീതി. അപ്പം NOC കട്ട് ചെയ്തുകൊണ്ട് ഇവിടുന്ന് പോവാവുള്ളൂ. നിങ്ങൾ നാട്ടിൽ നിന്നായാലും ഒരു വണ്ടി എടുക്കാതെ NOC കട്ടായി കിട്ടുമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. കാരണം എടുത്തു കഴിഞ്ഞ് കൊടുങ്ങരുത്. പിന്നെ ഇങ്ങനത്തെ കേസൊക്കെ നിങ്ങൾ എവിടെ പോയാലും ഒരു കാര്യമില്ല, ഇതൊക്കെ സെറ്റിൽമെൻ്റ് ആയി പോവുള്ളൂ. ഇതിങ്ങനെ ഞെങ്ങെന്ന് പറഞ്ഞ് നീങ്ങുള്ളൂ. കയ്യിൽ നിന്ന് കാശ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രദ്ധിക്കുക. പറഞ്ഞോളൂ ലിപിൻ. പിന്നെ ഇത് തന്നെ സംഭവം വെച്ചാൽ വണ്ടി കാണാതെ പറയുമ്പോൾ 50 ലാഭം നീ അഡ്വാൻസ് ഇട്ടോളാൻ പറയും. അവിടെ നമ്മുടെ പൈസ പോയി. ഒരിക്കലും നമ്മൾ വണ്ടി കാണാതെ പൈസ കൊടുക്കില്ല. അതെ, നോക്കൂ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതികൾ. ഞാനൊരു യാഥാർത്ഥ്യം, ഒരു സത്യം പറഞ്ഞാണ്. അല്ല, ഡൽഹിയിൽ നല്ല വണ്ടികൾ കിട്ടും, അത് സത്യമാണ്. മോശം വണ്ടിയും കിട്ടും, അത് സത്യമാണ്. നാട്ടിലും അങ്ങനെ തന്നെയാണ്, നല്ല വണ്ടിയും കിട്ടും, മോശം വണ്ടിയും കിട്ടും. അതേപോലെ തന്നെയാണ് ഡൽഹിയും, ഈ ലോകം മൊത്തം അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുക്കുന്നതിൻ്റെ രീതികളുടെയാണ്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി എടുക്കുക പറ്റൂല, നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക കളഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും. ഞാൻ ഇത്രയും ദിവസം മനസ്സിലാകുന്നതാണ്. ഇവർക്ക് ഞാൻ പെട്ടെന്ന് പണി നടക്കണം, ഇവരുടെ കമ്മീഷൻ പെട്ടെന്ന് നടക്കണം, പിന്നെ ഒരു ഉത്തരവാദിത്വമില്ല, നിങ്ങൾ എത്തിക്സ് ഇല്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് ഇതിൻ്റെ ഒരു വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാമുകന്മാർ. അപ്പോൾ കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പേ ചാടിക്കാനും അത് ഒളിച്ചോടാനൊക്കെ രണ്ടുപേർക്കും ഭയങ്കര ത്രില്ലായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് കാര്യത്തോടെ എടുക്കുമ്പോഴാണ് കൊട്ടടക്കയുടെ വില മനസ്സിലാവുക. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് കാര്യത്തോടെ എടുക്കണം. ഇതിൻ്റെയൊക്കെ ഒരു ഇത് എന്നാ പറയുക, അണ്ടിയോടെ എടുക്കണം മാങ്ങയുടെ രുചി അറിയണം എന്ന് പറഞ്ഞ പോലെ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാണ് പിന്നെ ഇതിൻ്റെ ഒരു യാഥാസ്ഥിതികളിലേക്ക് എത്തുക എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ കച്ചവട രീതി. ആദ്യം എല്ലാവരും ഭയങ്കര സ്നേഹമായിരിക്കും, അഡ്വാൻസ് കൊടുപ്പിക്കും, വണ്ടി എടുപ്പിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വേറെ മുഖം ചുളിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നമ്മളൊരു മലയാളി നമ്മുടെ കൂട്ടത്തിൽ വേണം. അതുകൊണ്ടാണ് നമ്മൾ തുമ്പി എടുത്ത് വണ്ടി എടുക്കുന്നത്. കാരണം നാളെ നമുക്കൊരു സംശയം, ഇപ്പം എന്തെങ്കിലും പറ്റി ഒരു സംശയം, ചേട്ടാ എന്ത് ചെയ്യാൻ പറ്റും, അല്ല ചേട്ടാ അതെവിടെ കിട്ടും, നമുക്കത് അറിയാൻ വേണ്ടി. അല്ല നമ്മൾ ആരോട് ചോദിക്കും. ഇപ്പം ഞാനൊരു വണ്ടി തുമ്പി എടുത്തു, അല്ലെങ്കിൽ ഞാൻ ആരുമില്ല സ്വന്തം വന്നെടുത്തു, നാളെ എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ആരോട് ചോദിക്കും? നമ്മളാരും അല്ലെന്നേ, അല്ല ഞാൻ നിങ്ങളെ പൊക്കി പറഞ്ഞല്ല, നിങ്ങളൊരു കാട്ടപരാധിയാന്ന് ഞാൻ വേണമെങ്കിൽ അത് പറയാം ഗൈസ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ 2 കൊലപാതകങ്ങൾ വരുന്നുണ്ട്, അവർക്ക് വേണ്ടി ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പുറത്തിറങ്ങാം, സിഗരറ്റ് വലിയ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങാൻ, വെറുതെ ഇങ്ങനെ അന്തരീക്ഷ കാഴ്ചകൾ കാണാം. നോക്കൂ, ഫൈനലി നമ്മൾ ഈ കാണുന്ന ടോൾ ഗേറ്റ് നിർത്തിയിരിക്കണം. നമ്മളുണ്ടല്ലോ, നമ്മൾ ഇത്രയും നാളും നമ്മുടെ സ്വന്തം ക്യാരവാനല്ലേ ഇതേപോലെ യാത്രയൊക്കെ നടത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉറങ്ങണം തോന്നി ഇവിടെ നിർത്തിയിട്ട് ഉറങ്ങും. ഇപ്പം അങ്ങനെ അല്ലല്ലോ, റൂമുണ്ട്, ആ റൂമിൽ പോയി ഉറങ്ങാൻ പറ്റുള്ളൂ. എനിക്ക് അതിനെക്കുറിച്ച് നമ്മുടെ ആ ഒരു യാത്ര എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഫീലിംഗ് ജീവിതത്തിൽ കിട്ടത്തില്ല കേട്ടോ. നമ്മുടെ ചെറുക്കൻകുട്ടി ഇവിടെ കിടപ്പുണ്ട്, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ നമുക്ക് പോവാം പത്താൻകോട്ട് റൂമിൽ ചെന്നിട്ട് പറയാം കേട്ടോ എല്ലാം. ഫൈനലി നമ്മളങ്ങനെ ഡൽഹി ലക്ഷ്യമാക്കി പോവുകയാണ്. അത്യാവശ്യം നല്ല ഫോഗിയാണ് ഡൽഹിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ. നമ്മളിപ്പോൾ ഒരു നാഷണൽ ഹൈവേ ആണ്. ഈ ഹൈവേയുടെ പേരെന്നാ മിസ്റ്റർ ഭരത്?
എല്ലാവർക്കും അറിയാലോ നാഷണൽ എനിക്കറിയാം, റോഡാണ്. ഇത് ദ്വാരക എക്സ്പ്രസ് വേ ദ്വാരക എക്സ്പ്രസ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ അതിന് നമ്പർ ഞാൻ പറഞ്ഞത് ഇത് 334 അങ്ങനെ എന്തോ ആണ്. ഗുർഗോണിന് പോകുന്ന വഴിക്ക് ഗുർഗോൺ എത്തുന്നതിന് മുമ്പുള്ള എക്സിറ്റ് എടുത്തു കഴിഞ്ഞാല് എന്നാ ഒരു കരിഞ്ഞമ്മണം കാശ്മീരി ഗേറ്റ് ഒന്നും ടച്ച് ചെയ്യാതെ ഡയറക്റ്റ് ഔട്ടറിൽ പോയി ചാടാം. സിംഗു ബോർഡർ, അവിടുന്ന് നേരെ ചണ്ഡീഗഡ്, അവിടുന്ന് നേരെ എങ്ങോട്ട് വേണ്ട കേരള കേരള അല്ലത്, കേരള അല്ല പിന്നെ എന്നാ കേരള കേരള കേരള. എന്നാലും ഞങ്ങള് ഈ വീഡിയോയുടെ അവസാനം ഒരു കാര്യം പറയും, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തു. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പോയിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വരും. എല്ലാം നേരം. ഫൈനലി നമ്മള് റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇതാ ഭരത്തേട്ടനുണ്ട്, ലിബിനുണ്ട്, തുമ്പിയുണ്ട്. എല്ലാരും ബാഗ് പാക്ക് ചെയ്യാണ്. എല്ലാരും ബാഗ് പാക്കിങ് എല്ലാം എടുത്തു വെക്കലും പരിപാടിയൊക്കെയാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചാബിന് പോവാണ്. അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. നമ്മളൊരു കാര്യത്തിൻ്റെ പേപ്പർ ശരിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നിങ്ങളത് വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ നമ്മുടെ അടുത്ത വണ്ടിക്കാണ് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്ന സുഹൃത്തുക്കളെ. അപ്പം നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. പാക്കിങ്ങും പരിപാടിയും സംഭവങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നോരോ ലിബിന് പനി അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ റൂമിലെ എല്ലാ സാധനങ്ങളും നമുക്ക് എടുക്കണം. ഒരു 5 10 മിനിറ്റ് 20 മിനിറ്റോ റെസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളിവിടുന്ന് പോവാം. എന്തിനാ സോമ മറ്റേ സാധനം മേടിക്കാം കുത്തുന്നത്. ഗൈസ് അപ്പം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുവാണ്.